വൽ കലിമത്തു തയ്യിബത്തു സദഖ, നല്ല ഒരു വാക്ക് പറയുക ഒരാളോട്. നല്ലൊരു വാക്ക് പറയുന്നത് സദഖയാണ്. നല്ല വാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഏറ്റവും കൂടുതൽ ആവശ്യം വരിക കേൾക്കുന്ന ആൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ്. അപ്പോഴാണ് നല്ല വാക്ക് ഉപയോഗിക്കേണ്ടത്. നമുക്കൊരാളുള്ള സ്നേഹം മൂത്ത് നിൽക്കുന്ന സമയത്ത് നല്ല വാക്ക് ഉപയോഗിക്കാൻ ആരും നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ പറയും. നേരെ മറിച്ച് ഒരാളുടെ ഒരു തെറ്റ് നമ്മൾ തിരുത്തുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തി ഒരാൾ ചെയ്തു, അപ്പം അതങ്ങനെയല്ല ഇങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? നമ്മുടെ സംസാരം മിക്കവാറും ഈ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളുടെ സമൂഹത്തിലെ സ്റ്റാറ്റസിനനുസരിച്ചായിരിക്കും സംസാരം. ഒരേ പണി തന്നെ രണ്ടാൾക്കാർ ചെയ്താൽ നമ്മൾ രണ്ട് രൂപത്തിലേക്കും തിരുത്തുക. അതല്ല വേണ്ടത്. അതാണെങ്കിൽ നമുക്ക് ഒരു പ്രതിഫലമില്ല. ഈ വലിയ ആളോട് നല്ലോണം പറഞ്ഞതിനും പ്രതിഫലമില്ല, ഈ താഴ്ന്നു നിൽക്കുന്ന ആളോട്, മിസ്കീനായ ആളോട് മോശമായിട്ട് പറഞ്ഞതിന് ചിലപ്പോൾ കുറ്റം കിട്ടും. നേരെ മറിച്ച് വൽ കലിമത്തു തയ്യിബത്തു സദഖ, നല്ല വാക്ക് സദഖയാണ് എന്ന ബോധത്തോടെ ഒരു തെറ്റ് ചെയ്തവനോടും അല്ലെങ്കിൽ ഒരു വീഴ്ച വരുത്തിയവനോടും നമ്മൾ നല്ലൊരു വാക്ക്, അവൻ വേദനിപ്പിക്കാത്തൊരു വാക്ക് പറഞ്ഞാൽ സദഖ, അത് പ്രതിഫലാർഹമായ കാര്യമാണ്. ഇമാം ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് ഒരാൾ തുമ്മിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറയുന്നില്ല, തുമ്മി അവിടെ തന്നെ ഇരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യും? ഇമാം ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് ചോദിച്ചു, ഒരു ചോദ്യം ചോദിക്കുന്ന രീതിയിൽ ആളുകളോട്, തുമ്മിയാൽ പറയുന്ന ദിക്ർ എന്താണ് എന്ന് ആളുകളോട് ചോദിച്ചു. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി. അപ്പോൾ അയാൾ അവിടെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിന് സീറയിൽ കാണാം. അപ്പം ഇങ്ങനെ നല്ല വാക്ക് പറയാം. ഒരേ കാര്യം തന്നെ നമുക്ക് പല രൂപത്തിൽ പറയാൻ സാധിക്കും. ഒരാളെ നമുക്ക് വേദനിപ്പിക്കുന്ന രീതിയിൽ പറയാൻ സാധിക്കും. നേരെ മറിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു പുണ്യമാക്കുന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. ആ വാക്കിൽ വരുന്ന ഒരു മാറ്റം കൊണ്ട് നമുക്ക് ദുനിയാവും ആഖിറത്തിലും നേട്ടങ്ങളുണ്ടാകും. ആഖിറത്തിൽ നമുക്ക് അജ്ർ, ദുനിയാവിൽ ഈ മനുഷ്യന്റെ സ്നേഹം നമുക്ക് കിട്ടും. അത് നല്ലൊരു കാര്യമാണ്. മുഅ്മിനായ ഒരു മനുഷ്യന്റെ മനസ്സിൽ നമ്മോട് സ്നേഹം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റൊന്നുമല്ല. ചില ആൾക്കാർ അങ്ങനെയാണ്, എന്നെ ആരും ഇഷ്ടപ്പെടുന്നും വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എനിക്കങ്ങനെ ആരോടും കൂടുതൽ ബന്ധമോ അടുപ്പമൊന്നുമില്ല. അത് ശരിയല്ല. അത് അഹങ്കാരത്തിന്റെ ചെറിയൊരു രൂപമാണ്. നേരെ മറിച്ച് മുഅ്മിനീങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടാണ് അല്ലാഹു തആല പറഞ്ഞത്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ. നല്ല ആളുകൾക്ക് അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ മനസ്സിൽ സ്നേഹം ഉണ്ടാക്കും. അപ്പൊ അല്ലാഹു അവർക്ക് കൊടുക്കുന്ന ഒരു അജ്ർ, ഒരു വലിയ പ്രതിഫലമായിട്ടാണ് പറഞ്ഞത് ഈ കാര്യം. സ്വർഗത്തിൽ എന്താ പറഞ്ഞത്? ഇഖ്വാനൻ അലാ സുറുറിൻ മുതഖാബിലീൻ. സ്വർഗത്തിൽ അവർ സഹോദരന്മാരായി കട്ടിലുകളിൽ ഇരിക്കും. അപ്പൊ സ്വർഗത്തിലെ ഒരു വിഭവമാണ് ഉഖുവത്ത് എന്ന് പറയുന്നത്. സ്വർഗത്തിൽ അല്ലാഹു തആല അവിടുത്തെ അരുവികളെ കുറിച്ചും കൊട്ടാരത്തിനെ കുറിച്ചും അവിടുത്തെ ഇണകളെ കുറിച്ചൊക്കെ പറഞ്ഞ പോലെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇഖ്വാനൻ. അവർ സാഹോദര്യമുള്ളവരായിരിക്കും, പരസ്പരം അഭിമുഖീകരിച്ച് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ദുനിയാവിൽ നമുക്ക് ആവാൻ പറ്റും. അതിനൊക്കെയുള്ള മാർഗം കൂടിയാണ് വൽ കലിമത്തു തയ്യിബ, നല്ല ഒരു വാക്ക് പറയാന്നുള്ളത്. ഒരു ചെലവുമില്ലാത്ത, എന്നാൽ നമുക്ക് വലിയ ലാഭം ദുനിയാവിലും ആഖിറത്തിലും കിട്ടുന്ന കാര്യമാണ് നല്ല വാക്ക് പറയുക എന്ന് പറയുന്നത്.